നമ്മൾ തലസ്ഥാനത്തേക്ക് പോകുന്നു. മുഹമ്മദ് ആഷിഖ് ഉണ്ട്. ആഷിഖ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തലസ്ഥാനത്തും തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേകിച്ചൊന്നും വാർത്തകളൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ തെക്കൻ കേരളത്തിൽ നിന്നാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു ചടങ്ങ് നടക്കുന്ന ദിവസമാണ് ഇന്ന്. 130ാം മാരാമൺ കൺവെൻഷൻ പമ്പ മണപ്പുറത്ത് ഇന്നിപ്പോൾ ആരംഭിക്കുകയാണ്. സ്വാഭാവികമായും അതൊരു കേരളത്തിലെ തന്നെ ഒരു മതപരമായി വിശ്വാസപരമായി ഏറ്റവും വലിയൊരു ഒത്തുകൂടൽ വേദി കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? അതിലേക്ക് ആളുകൾ വിശ്വാസികൾക്ക് എത്തിച്ചേരാനുള്ള സംവിധാനങ്ങളൊക്കെ സംഘാടകർ ചേർന്നതിന് ഒരുക്കിയിട്ടുണ്ടോ? മാരാമൺ കൺവെൻഷൻ മാത്രമാണോ ഇന്നിപ്പോൾ തെക്കൻ കേരളത്തിൽ നിന്ന് കാര്യമായി പങ്കുവെക്കാനുള്ളത്? മറ്റെന്തെങ്കിലും ഉണ്ടോ ആശിക്? സൈഫുദ്ദീൻ, അവധി ദിവസമാണ്. പൊതുവെ തലസ്ഥാനത്തും തെക്കൻ കേരളത്തും പരിപാടികൾ കുറവാണ്. എന്നാൽ മറ്റു വാർത്തകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി സൈഫുദ്ദീൻ ചൂണ്ടിക്കാണിച്ചതുപോലെ മാരാമൺ കൺവെൻഷന്റെ തുടക്കമാണ്. 130ാമത് മാരാമൺ കൺവെൻഷന് കോഴഞ്ചേരി പമ്പ മണപ്പുറത്ത് ഇന്ന് തുടക്കമാകും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മാർത്തോമാ സഭാധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രോപ്പൊലീത്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചില്ല എന്നതടക്കമുള്ള വിവാദങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് വി ഡി സതീശനോട് സഭ മാപ്പ് ചോദിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആ വിവാദങ്ങൾ കടന്നിരുന്നു. പിന്നീട് ഇന്നിപ്പോൾ നടക്കുന്ന ചടങ്ങിലോ മറ്റു പരിപാടികളിലോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മതപരമായ ഒത്തുചേരലാണ് മാരാമൺ കൺവെൻഷൻ. 1,00,000-ഓളം പേർ പങ്കെടുക്കും. പമ്പ മണപ്പുറത്ത് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഓലപ്പന്തലുകളിൽ മാർത്തോമാ സഭയുടെ വിവിധ പ്രതിനിധികളടക്കം ഈ ചടങ്ങിലേക്ക് എത്തും. ഈ മാരാമൺ കൺവെൻഷനായി എത്തുന്നവർക്ക്, വിശ്വാസികൾക്കും അടക്കമുള്ള ആളുകൾക്കും എത്താനും മറ്റുമായി KSRTC അടക്കം പ്രത്യേക സർവീസുകൾ ഒരുക്കിയിട്ടുണ്ട്. ആ രീതിയിൽ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി തയ്യാറാക്കിയിട്ടുണ്ട്. വലിയ ചടങ്ങായി തന്നെയാണ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് മറ്റൊരു വാർത്ത കൂടി ഇന്ന് വരാനുണ്ട്. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്ന സംഭവമാണത്. ഇതിൻ്റെ സത്യാവസ്ഥ ചുരുളഴിക്കാൻ ഇതുവരെ പോലീസിനായിട്ടില്ല. പ്രധാന പ്രതിയായിട്ടുള്ള ഹരികുമാറിനെ കഴിഞ്ഞ ദിവസം വീണ്ടും കസ്റ്റഡിയിൽ ലഭിച്ചിരുന്നു. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നിരന്തരം മൊഴി മാറ്റി പറയുന്നതടക്കം പോലീസിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ ഹരികുമാറിനെയും കൊണ്ട് തെളിവെടുപ്പിന് പോകുമെന്ന് പോലീസ് അറിയിച്ചിരുന്നെങ്കിലും മൊഴികൾ ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത വരാത്ത പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ തെളിവെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നൊരു പക്ഷേ ഹരികുമാറിനെ കൊണ്ട് തെളിവെടുപ്പിന് പോകാൻ സാധ്യതയുണ്ട്. ഹരികുമാറിനെ മാത്രമല്ല, ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീധുവിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിലും അന്വേഷണത്തിൽ വ്യക്തത വരാനുണ്ട്. ഇരുവരും മൊഴി നിരന്തരം മാറ്റി പറയുന്നത് പോലീസിന് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അക്കാര്യത്തിൽ കൂടി ഒരു അപ്ഡേറ്റ് ഇന്നത്തെ ദിവസം പകൽ വരാനുണ്ട്. സാധാരണ ഇത്തരത്തിൽ വലിയ പരിപാടികളില്ലാത്ത ദിവസങ്ങളാണ് വലിയ പ്രധാനപ്പെട്ട വാർത്തകൾ തിരുവനന്തപുരത്ത് ഉണ്ടാകാറുള്ളത്. അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ വാർത്തകൾക്ക് പഞ്ഞമുണ്ടാകില്ല എന്ന് തന്നെ കരുതുന്നു. സൈഫുദ്ദീൻ. ശരി.